UDF ഭരിക്കുന്ന കണ്ണൂർ ഇരിക്കൂർ സർവീസ് സഹകരണ ബാങ്കിൽ ക്രമക്കേട്. സഹകരണ വകുപ്പ് ഓഡിറ്റിംഗിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. അതേസമയം നിക്ഷേപ തുക തിരികെ ലഭിക്കുന്നില്ലെന്ന പരാതിയുമായി നിക്ഷേപകരും രംഗത്തെത്തി. സഹകരണ വകുപ്പ് നടത്തിയ ഓഡിറ്റിംഗിൽ വ്യാപകമായ ക്രമക്കേടാണ് കണ്ടെത്തിയത്. ഇതിനെ തുടർന്ന് ജോയിന്റ് രജിസ്ട്രാർ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ശ്രീകണ്ഠപുരം യൂണിറ്റ് ഇൻസ്പെക്ടർ അന്വേഷണം നടത്തി ജൂലൈ 15-നകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഉത്തരവ്. പണയ സ്വർണ്ണ തിരിമറി, നിക്ഷേപ തുക വകമാറ്റൽ, ലോൺ അനുവദിച്ചതിൽ ക്രമക്കേട് തുടങ്ങി കോടികളുടെ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നാണ് സൂചന. അതേസമയം നിക്ഷേപ തുക തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് ഇടപാടുകാർ പരാതിയുമായി രംഗത്തെത്തി. നടപടി കൃത്യമായിട്ട് എടുക്കണമല്ലോ, ഇവരെ ബാങ്ക് എടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ലോൺ കൊടുത്താലോട് തിരിച്ചു വാങ്ങാൻ ഒരു ബാങ്കിന് അതിന് കഴിവ് വേണം, പ്രസിഡന്റിനും വേണം. ഇതൊന്നും ഇല്ലാണ്ട് നാട്ടുകാർ വന്നിങ്ങനെ മടങ്ങിപ്പോകുന്നതിനെ കൊണ്ട് കാര്യമില്ലല്ലോ. ഇവർ പറയുന്നത് മറ്റേ പെൻഷൻ പൈസ കൊടുക്കാവുന്ന സമയത്ത് പ്രസിഡന്റുകൾ സെക്രട്ടറി എത്തും എന്നാണ് പറഞ്ഞു വരുന്നത്. നമ്മൾക്കിപ്പോൾ അതിനെപ്പറ്റിയുള്ള ചെറിയ സൂക്ഷ്മങ്ങൾ അറിയില്ല. ഗർഭിണി വന്നിട്ട് പോകുന്നുണ്ട് പൈസക്ക് വേണ്ടിയിട്ട്, അപ്പോൾ പൈസ ഇല്ല, ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് ഉള്ളത്. ഇതിങ്ങനത്തെ കാര്യങ്ങളാണ് ഉള്ളത്. നിലവിലിപ്പോൾ പൈസക്ക് വരുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആർക്കും ലോണും കൊടുക്കുന്നില്ല, മാങ്ങാൻ അടക്കവും ചെയ്യുന്നില്ല. ഒരു എല്ലാവർക്കും കാര്യങ്ങൾ കൊടുത്താൽ പോരാ, മാങ്ങാനുള്ള കഴിവും കൂടി ഇവർക്ക് വേണമല്ലോ. ഡെപ്പോസിറ്റ് ഉള്ളവർക്ക് ആർക്കും കൊടുക്കാതെ അവർ പൈസ ഇല്ല, ബാങ്കിൽ സൊസൈറ്റിയിൽ പൈസ ഇല്ല. നിക്ഷേപകർ പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. ക്രമക്കേട് സെക്രട്ടറിയുടെ മേൽച്ചാരി തടിയൂരാനാണ് ഭരണസമിതിയുടെ ശ്രമം. നിക്ഷേപം പിൻവലിക്കാൻ എത്തുന്നവർക്ക് ബാങ്കിൽ പണമില്ലെന്ന മറുപടിയാണ് ലഭിക്കുന്നത്. കൈരളി ന്യൂസ്, കണ്ണൂർ.